മാലിന്യ സംസ്കരണത്തിൽ പുതുമാതൃക സൃഷ്ടിക്കുകയാണ് ആലപ്പുഴ നഗരസഭ. നഗരത്തിലെ എയറോബിക് കമ്പോസ്റ്റ് ബിന്നുകളിൽ ലഭിക്കുന്ന മാലിന്യങ്ങൾ ജൈവവളമാക്കി മാറ്റി വിൽപ്പന നടത്തുകയാണ് നഗരസഭ. ആലപ്പുഴ നഗരത്തിൽ തോടുകളിലും വഴിയോരങ്ങളിലും വലിച്ചെറിയപ്പെടുന്ന മാലിന്യങ്ങളാണ് വിവിധ പദ്ധതികളുടെ പിൻബലത്തിൽ ശേഖരിച്ച് ഇപ്പോൾ വളമാക്കി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. മാലിന്യം വലിച്ചെറിയുന്ന ദുശീലം മാറ്റി മൂല്യവർദ്ധിത ഉൽപ്പന്നമായ ജൈവവളം നിർമ്മിച്ചു വിൽക്കുന്ന സംസ്കാരത്തിലേക്ക് ആലപ്പുഴ നഗരസഭ വളർന്നിരിക്കുകയാണ്. നഗരത്തിലെ 37ഓളം എയറോബിക് കമ്പോസ്റ്റ് യൂണിറ്റുകളിലെ 386ഓളം ബിന്നുകളിലെത്തുന്ന ജൈവമാലിന്യങ്ങൾ 90 മുതൽ 120 ദിവസത്തിനകമാണ് വളമായി മാറുന്നത്. ഇത് ആലിശ്ശേരിയിലെ വളം നിർമ്മാണ പ്ലാന്റിൽ എത്തിച്ച് പ്ലാസ്റ്റിക്കും മറ്റും വേർതിരിച്ച് മെഷീനുകളോടെ പൊടിച്ച് അരിച്ചതിന് ശേഷം ഉണക്കി വളമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 വനിതകൾ ചേർന്നാണ് വളം നിർമ്മാണ യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. അതിനകത്ത് പ്ലാസ്റ്റിക് കാണും, വീട്ടിൽ ചിലപ്പോൾ സ്പൂൺ കാണും, ഗ്ലാസ് കാണും, കുപ്പിച്ചില്ല് കാണും, എല്ലാം കാണും. അപ്പോൾ അത് കമ്പി ഐറ്റങ്ങളെല്ലാം കാണും, കല്ല് ഉൾപ്പെടെ കാണും. അതെല്ലാം ഞങ്ങൾ തിരിഞ്ഞ് മാറ്റിയിട്ടാണ് കൺവെയറിൽ നിന്ന് നേരെ പൊടിക്കുന്ന മെഷീനിലിട്ട് അത് പൊടിച്ച് വരുന്നത് സീവിങ് മെഷീനിലിട്ട് അരിച്ചെടുത്തിട്ടാണ് ഞങ്ങളതിവിടെ വിൻഡ്രോക്കി ഇടുന്നത്. വിൻഡ്രോക്കി ഇട്ടതിന് ശേഷമാണ് അത് വളമായി മാറുന്നത്. അപ്പം ആവശ്യക്കാർ 1 കിലോ 2 കിലോ ആയിട്ട് വരുന്നവർക്ക് അങ്ങനെ കൊടുക്കും. അല്ലാതെ വരുന്നവർക്ക് 10 കിലോ 20 കിലോ ആയിട്ട് ചാക്കിലാക്കി കിലോ കണക്കിന് തൂക്കി കൊടുക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നഗരസഭയിലെ 52 വാർഡുകളിൽ നിന്ന് പ്രതിദിനം ഏകദേശം 40 ടൺ മാലിന്യമാണ് പുറന്തള്ളപ്പെടുന്നത്. എയർ ഓഫർട്ട് എന്ന പേരിൽ ഒരു ജനതയുടെ ശീലവും സംസ്കാരവും എന്ന ടാഗ്ലൈനോടെ മനോഹരമായ കവറുകളിൽ നിറച്ചാണ് വളം വിൽപ്പനയ്ക്ക് തയ്യാറായിരിക്കുന്നത്. പ്രാഥമിക ഘട്ടത്തിൽ നഗരസഭയുടെ എയറോബിക് യൂണിറ്റുകൾ വഴി പൊതുജനങ്ങൾക്ക് കിലോയ്ക്ക് 30 രൂപ നിരക്കിലും വിപണന ആവശ്യങ്ങൾക്ക് 30% ഡിസ്കൗണ്ടിലും വളം ലഭ്യമാണ്. കേരളത്തിൽ 2013 മുതൽ എയറോബിക് കമ്പോസ്റ്റ് യൂണിറ്റുകൾ കേരളത്തിലെ എല്ലാ നഗരസഭകളും പഞ്ചായത്തുകളും സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും കേരളത്തിൽ ആദ്യമായിട്ടാണ് എയറോബിക് യൂണിറ്റിൽ നിന്നുള്ളൊരു വളം വിപണിയിലേക്ക് ഇറക്കാൻ പറ്റുന്നത്. ഇതിൻ്റെ ഗുണമേന്മ കാർഷിക സർവകലാശാലയിൽ നിന്ന് വളത്തിൻ്റെ ഗുണമേന്മ പരിശോധിച്ചിട്ടുണ്ട്. കൃഷിക്ക് അനുയോജ്യമായ വളമാണ് എന്നുള്ള സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട്. വെള്ളായണി കാർഷിക സർവകലാശാലയിൽ നടത്തിയ സാമ്പിൾ പരിശോധനയിൽ വളത്തിന്റെ ഗുണനിലവാരവും വിലയിരുത്തിയിരുന്നു. മാലിന്യങ്ങളിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചതിലൂടെ കാർഷിക മേഖലയ്ക്കും പുത്തൻ ഉണർവ് നൽകിയിരിക്കുകയാണ് ആലപ്പുഴ നഗരസഭ. വിജീഷ് കുമാർ, ദൂരദർശൻ ന്യൂസ്, ആലപ്പുഴ.